വിശേഷം? സുഖമാണ് എല്ലാവർക്കും. ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് എണീറ്റിട്ടായിട്ടുള്ളൂ കേട്ടോ. മണി 2 നല്ല വിശപ്പ്. അപ്പോൾ ഞാൻ പോയി കഴിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ മലയാളീസ് അത്ര കേട്ടുകേൾവില്ലാത്ത ഒരു ഡിഷാണ്. അപ്പോൾ നമ്മളെ സൈഡൊന്നും പ്രത്യേകിച്ചും മലപ്പുറം ഡിസ്ട്രിക്റ്റൊന്നും അത്രയും ഫെമിലിയർ അല്ലാത്ത ഒരു ഡിഷാണ് കേട്ടോ, ഒരു കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഒരു പാത്രത്തിൽ കുറച്ച് കടലപ്പരിപ്പും സാമ്പാർ പരിപ്പും കൂടി ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഒരു 2 മുളക് ആഡ് ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യുക കേട്ടോ. ജീരകം ആഡ് ചെയ്തതിന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ജീരകം ആഡ് ചെയ്യുന്നത്. അപ്പം അതിന് ശേഷം കുറച്ച് ഉപ്പും ഒരു 2 അല്ലി വെളുത്തുള്ളിയും ചേർക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ മതി കേട്ടോ വെളുത്തുള്ളി. എന്നിട്ട് വെള്ളമില്ലാണ്ട് നമുക്കൊന്ന് ഇതെന്ത് ചെയ്യാം, അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം കുറച്ച് ഉള്ളിയും 1 ടീസ്പൂൺ അരിപ്പൊടിയും ചേർക്കുക കേട്ടോ. ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉള്ളി ചേർക്കാം. എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അതുകൊണ്ടാണ് വെള്ളമില്ലാണ്ട് അരച്ചെടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചട്ടിയിൽ അതിന് ശേഷം കുറച്ച് നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് ഒരു മീഡിയം ചൂടൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കടുക് ആഡ് ചെയ്യുക കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഉലുവ ആഡ് ചെയ്യുക. നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വേണം കേട്ടോ ചെയ്യാൻ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലും, എന്നിട്ട് ഇതൊന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് 1 കപ്പ് നമുക്ക് ഉള്ളി എടുക്കാം. പിന്നെ ഒരു 4 വെളുത്തുള്ളി, ഇഷ്ടമാണെങ്കിൽ മതിയെ വെളുത്തുള്ളി, വീണ്ടും പറയുന്നു ഞാൻ. പിന്നെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറണ വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇത് ഇളക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 3 or 2 തക്കാളി വന്നിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് സോട്ട് ചെയ്തെടുക്കുക. കൂടെ വന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പെടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള മസാലകൾ ആഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. സോട്ട് ചെയ്തെടുത്ത് അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ കുക്കാവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം കുറച്ച് പുളിവെള്ളം, പുളിയുടെ അളവ് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ. ചിലർക്ക് പുളി ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇനി അത് നന്നായിട്ട് കുക്ക് ചെയ്യട്ടെ. ആ പുളിയൊക്കെ എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാം, പിടിക്കട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. എല്ലാം വെന്ത് പുളി മസാലകളൊക്കെ പിടിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം ചിലവർക്ക് നല്ല കറിയിൽ നല്ല വെള്ളം വേണ്ടി വരും, ചിലവർക്ക് കുറച്ച് തിക്കായിട്ട് കിട്ടണമായിരിക്കും ഇഷ്ടം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ച ബോള് ഓരോന്നായിട്ട് അതിലിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഇട്ടാൽ അത് പായസം പോലെയാവും. അങ്ങനെ ചെയ്യരുത്. ഓരോന്നായിട്ട് അതിലിട്ട് കൊടുക്കുക കേട്ടോ. ഇട്ടിട്ട് സിമ്മിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പം ചെറുതായിട്ട് തിളയ്ക്കണം. വലുതായിട്ട് തിളച്ചാൽ എന്താണ്ടാവുക വെച്ചാൽ ഈ ബോളൊക്കെ ഉടഞ്ഞ് ആകെ മൊത്തം മിക്സ് ആകും. അപ്പോൾ കറിയുടെ രസമാണ് പോവും. അപ്പം അങ്ങനെ ചെയ്യണ്ട. സിമ്മിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇത് ഈ ഉരുണ്ട തീരെ പൊട്ടി പോകാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്കത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ ആവിയിൽ ഇഡ്ഡലിയൊക്കെ വേവിക്കണ മാതിരി ഒന്ന് വേവിച്ചെടുക്കുകയോ ചെയ്യാം കേട്ടോ. എന്നിട്ട് മിക്സി ജാറിൽ കുറച്ച് നാളികേരവും പിന്നെ അതിന് ശേഷം കുറച്ച് ജീരകവും കൂടെ ആഡ് ചെയ്തിട്ട് അരയ്ക്കുക കേട്ടോ. അരച്ചതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അരയ്ക്കണം. അരച്ചതിന് ശേഷം നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയൊരു കഷ്ണം ശർക്കര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനാണ്. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങോട്ട് കുറച്ച് എണ്ണ തൂവിയിട്ട് നമ്മൾ ആദ്യമേ വറുത്തിട്ടിട്ടാണല്ലോ പരിപാടി തുടങ്ങിയത്. അപ്പോൾ കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് എണ്ണ തൂവി കൊടുക്കുക. കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് മെല്ലെ മിക്സ് ചെയ്യുക കേട്ടോ. ഉള്ള ശക്തി മൊത്തത്തിൽ എടുത്താൽ അതൊക്കെ ഉടഞ്ഞു പോവും. അതുകൊണ്ട് മെല്ലെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അസാധ്യ ടേസ്റ്റാട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് അഭിപ്രായം പറയണേ.